ഹിസ്റ്ററി അണ്ടർസ്റ്റാൻഡിങ് ദ മോഡേൺ വേൾഡ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തത് അതിന്റെ എസ്ഐസ് മാത്രം ഷോർട്ടായിട്ട് 4 എസ്ഐസ് പറയുകയാണ്. 15 മാർക്ക് ചോദ്യങ്ങൾ സാധാരണ എസ്ഐ ആയിട്ടാണ്. അതിലേതെങ്കിലും 4 തന്നിട്ട് 2 എഴുതണം. ആക്ച്വലി നമ്മുടെ എസ്ഐ ഇതാണ്: ഗിവ് എ നെറേറ്റീവ് ഓൺ യൂറോപ്യൻ ഇംപീരിയലിസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ഏഷ്യ, അല്ലെങ്കിൽ മേക്ക് ആൻ അക്കൗണ്ട് ഓഫ് ഇന്റർവാർ പീരിയഡ് ഡെവലപ്മെന്റ്സ്. ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഇടയിൽ ലോകത്തിലെ എമ്പാടുമുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് ചുരുക്കി പറയുക. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ശ്രമങ്ങൾ അടക്കം ആ സമയത്ത് പറയേണ്ടി വരും. ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഇടയിൽ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടുണ്ട്, അത് പറയേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും. നാസി പ്രസ്ഥാനത്തിന്റെയും അങ്ങനെയുള്ള ഫാസിസ്റ്റ് മൂവ്മെന്റിന്റെ ഒക്കെ ഉദയം പറയേണ്ടി വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ വൈഡ് ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ കോളനീസ് ലിങ്ക് ടു ആന്റി കൊളോണിയൽ മൂവ്മെന്റ്. കോളനികളില് നാഷണലിസം ഉണ്ടായത് എങ്ങനെയാണ് ആന്റി കൊളോണിയൽ മൂവ്മെന്റുമായിട്ട് കണക്റ്റഡ് ആവുന്നത് എന്നുള്ള ചോദ്യം. അതായത് ബ്രിട്ടന്റെ ഒരു കോളനി ആയിരുന്നല്ലോ ഇന്ത്യ. അവിടെയൊക്കെ കോളനി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വിരുദ്ധ നിലപാടുകൾ ഉണ്ടായി. ഇതൊടുവില് കോളനി വിരുദ്ധ നീക്കങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ ദ എൻഡ് ഓഫ് ദ ഈസ്റ്റ് വെസ്റ്റ് കോൺഫ്രണ്ടേഷൻ, അതായത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള, അതായത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആ സംഘർഷം, കോൾഡ് വാർ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. അതിന്റെ അവസാനം ഹാഡ് ബ്രോട്ട് ടു ദ ഫോർ ദ ലോങ് സ്റ്റാൻഡിങ് നോർത്ത് സൗത്ത് ടെൻഷൻ. അതിനുശേഷം വടക്കും പടിഞ്ഞാറും വടക്കും തെക്കും തമ്മിൽ, അതായത് മുതലാളിത്ത രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു വശത്ത്, തെക്ക് ഉള്ള സൗത്ത് ആഫ്രിക്ക പോലുള്ള ദരിദ്ര രാജ്യങ്ങൾ വേറൊരു വശത്ത്, അവർ തമ്മിലുള്ള ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള മറ്റൊരു ടെൻഷനിലേക്ക് അത് വഴിമാറുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക. നമ്മൾ ആദ്യത്തെ ഡിസ്കഷന്റെ ആദ്യത്തെ എസ്സേ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, യൂറോപ്യൻ ഇംപീരിയലിസ്റ്റ് അറ്റംപ്റ്റ്സ് ഇൻ ഏഷ്യ എന്നതാണ്. യൂറോപ്യൻ ഇംപീരിയലിസ്റ്റ് അറ്റംപ്റ്റ്സ് ഇൻ ഏഷ്യ ബിഗാൻ ഇൻ ദ 15th century. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി. അവര് അപ്പം മുതലാണ് സാമ്രാജ്യത്വ ശ്രമങ്ങൾ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് ദ പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷിംഗ് കോളനീസ് ഇൻ ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. പോർച്ചുഗീസുകാര് ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ അതിനുശേഷം അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കി. മറ്റു പവേഴ്സും, അതർ യൂറോപ്യൻ പവേഴ്സ് സച്ച് ആസ് ദ ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് സൂൺ ഫോളോഡ്. അവരും ഉടനെ തന്നെ പിന്തുടരുന്നു. എസ്റ്റാബ്ലിഷിംഗ് കോളനീസ് ആൻഡ് ട്രേഡ് പോസ്റ്റ് ത്രൂ ഔട്ട് ഇന്ത്യ. ആ പോർച്ചുഗീസുകാരെ പിന്തുടർന്ന് വന്ന ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും ഒക്കെ ഇവിടെ അവരുടെ ചെറു കോളനികൾ സ്ഥാപിക്കുന്നു, അവരുടെ കച്ചവട പോസ്റ്റുകൾ സ്ഥാപിക്കുന്നു. ഇവിടെ മാത്രമല്ല, ഏഷ്യയിൽ എല്ലായിടത്തും, ഏഷ്യയിലെമ്പാടും എന്ന് പറയാം. They were driven by economic and political interests. പലപ്പോഴും ഇവരുടെ താല്പര്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളായിരുന്നു. sought to establish colonies. കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പലപ്പോഴും അവർ ശ്രമിച്ചത് അങ്ങനെയായിരുന്നു. ആൻഡ് സ്ഫിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ സ്വാധീന മണ്ഡലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ലീഡിങ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. ഒടുവിൽ ഇന്ത്യൻ വിഭവങ്ങളുടെ ചൂഷണത്തിലേക്കാണ് അത് കലാശിക്കുന്നത്. ആൻഡ് ദ ഇമ്പോസിഷൻ ഓഫ് കൊളോണിയൽ റൂൾ. ഒടുവിൽ കോളനി ഭരണം ഇവിടെ ഏർപ്പെടുത്തുന്ന അതുവരെയും ആ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. പർട്ടിക്കുലർലി ഇൻ ദ 19th and early 20th centuries. പ്രത്യേകിച്ചും 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമൊക്കെ ആയിട്ടാണ് ഇത്തരം സംഭവവികാസങ്ങൾ അരങ്ങേറുന്നത്. The imperialist exploitation countries exploited Asia's natural resources. ഈ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ ഏഷ്യയുടെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത് imposed their own systems of government and economy. അവരുടെ തന്നെ ഗവൺമെന്റിനെയും അവരുടെ തന്നെ എക്കണോമിയെയും അവര് സ്ഥാപിക്കാൻ, ഇന്ത്യയിൽ അടക്കമുള്ള കോളനി രാഷ്ട്രങ്ങളിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു. ആൻഡ് ഓഫൺ യൂസ്ഡ് മിലിറ്ററി ഫോഴ്സ് ടു മെയിൻറ്റെയിൻ കൺട്രോൾ. പലപ്പോഴും കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിലനിർത്താൻ വേണ്ടി അവർ സൈനിക ബലവും ഉപയോഗിച്ചു. ദ ഇമ്പാക്ട് ഓഫ് ഇംപീരിയലിസം ഓൺ ഏഷ്യൻ സൊസൈറ്റീസ് വാസ് പ്രൊഫൗണ്ട്. ഇംപീരിയലിസത്തിന്റെ ഇമ്പാക്ട് ഏഷ്യൻ സമൂഹത്തിൽ വളരെ ഗണ്യമായിരുന്നു. ലീഡിങ് ടു കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. അത് ഒടുവിൽ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹ്യപരമായ മാറ്റങ്ങളിലേക്ക് നയിച്ചു. ദാറ്റ് സ്റ്റിൽ റിസോണേറ്റ് ടുഡേ. ആ മാറ്റങ്ങൾ ഒരുപക്ഷെ ഇന്നും അത്തരം രാഷ്ട്രങ്ങളിൽ അലയടിക്കുന്നുണ്ടെന്ന് പറയാം. ഇനി ഇത്തരം കാര്യങ്ങളാണ് ഒന്നാമത്തെ എസ്സേയുടെ ഒരു ഷോർട്ട് സമ്മറി ആയിട്ട് നമുക്ക് പറയാവുന്ന പോയിന്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തോന്നാണ്, എസ്സേ എന്തോന്നാണ് 15 മാർക്കിന്റെ?
ഇന്റർവാർ പീരിയഡ് ഡെവലപ്മെന്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വാർ 1-നും വേൾഡ് വാർ 2-നും ഇടയിലുണ്ടായ ലോകത്തിലാകമാനമുണ്ടായ സംഭവവികാസങ്ങളാണ്. ഇന്റർവാർ പീരിയഡ് സ്പാനിങ് ഫ്രം ദ എൻഡ് ഓഫ് ദ വേൾഡ് വാർ 1 ടു ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് വാർ 2 സോ സിഗ്നിഫിക്കന്റ് ഡെവലപ്മെന്റ്സ് ഗ്ലോബലി. ഈ 2 കാലഘട്ടങ്ങൾ ആഗോളമായി തന്നെ ഗണ്യമായ സംഭവവികാസങ്ങൾ ഉണ്ടായി എന്ന് പറയാം. അതായത് റഷ്യൻ റവല്യൂഷൻ 1917 led to the establishment of സോവിയറ്റ് യൂണിയൻ. ഒടുവിൽ അത് സോവിയറ്റ് യൂണിയന്റെ സ്ഥാപനത്തിന് കാരണമായി. while the rise of a fascist and nationalist movement in Europe. എന്നാൽ അതേസമയം യൂറോപ്പിലെ ഫാസിസ്റ്റ് മൂവ്മെന്റുകളും നാഷണലിസ്റ്റ് മൂവ്മെന്റുകളും ഒക്കെ ഉണ്ടായി വരുവാനായിട്ട് കാരണമായി. such as നാസി ജർമ്മനി ആൻഡ് ഫാസിസ്റ്റ് ഇറ്റലി. നാസി ജർമ്മനിയും ഫാസിസ്റ്റ് ഇറ്റലിയും ഒക്കെ രൂപപ്പെട്ടു. contributed to the outbreak of World War II. ഒടുവിൽ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഹിറ്റ്ലറെ പോലുള്ള ലോക സാമ്രാജ്യത്വ ശക്തികളും സമഗ്രാധിപത്യ ശക്തികളും ഒക്കെ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ഇന്റർവാർ പീരീഡില് ഇടയിലുണ്ടായ ഒരു സംഭവവികാസം തന്നെയാണ്. ദി ഗ്ലോബൽ ഇക്കണോമി സഫേർഡ് ഡ്യൂറിങ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ആഗോള സമ്പദ് വ്യവസ്ഥ ഈ 1ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ബാക്കിപത്രം എന്ന നിലയിൽ രൂപപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ലോക സാമ്പത്തിക മാന്ദ്യം. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഒരുപാട് പേരെ തൊഴിലില്ലാത്തവരാക്കി. അവര് ചെറുപ്പക്കാര് തീർച്ചയായിട്ടും അതിന്റെ പ്രതിസന്ധികൾ അനുഭവിച്ചു. വൈഡ് സ്പ്രെഡ് പോവർട്ടി ഉണ്ടായി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ഉണ്ടായി എന്ന് പറയാം. ഇൻ ഏഷ്യ ജപ്പാൻസ് എക്സ്പാൻഷനിസ്റ്റ് പോളിസീസ് ലെഡ് ടു ദ ഇൻവേഷൻ ഓഫ് ചൈന. ഏഷ്യയിലെ ജപ്പാന്റെ ഇൻവേഷൻ എക്സ്പാൻഷൻ പോളിസികൾ, ജപ്പാൻ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ച നയങ്ങൾ, പിന്നീട് ചൈനയിലെ ഒരു കാര്യങ്ങൾ, ചൈനീസ് അതിർത്തിയിലെ പ്രശ്നങ്ങൾ അരക്ഷിതാവസ്ഥയിലാക്കി, അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസ് ചെയ്തു ആ പ്രദേശത്തെ സംഘർഷങ്ങൾക്ക് അത് കാരണമായി അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർന്നു. ഇനി അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ദ നാഷണലിസം ഇൻ കോളനീസ് ലിങ്ക്ഡ് ടു ആന്റി കൊളോണിയൽ മൂവ്മെന്റ്. പിന്നെ ഓരോ രാജ്യങ്ങളിലും, ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലായിടത്തും പൊതുവെ ഈ കോളനി വിരുദ്ധ സമരം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അതിനെതിരെയുള്ള വികാരം ഉണ്ടാവുകയാണ്. അങ്ങനെ ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ കോളനീസ് വാസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദ ആന്റി കൊളോണിയൽ മൂവ്മെന്റ്. ഇത് ഈ നാഷണലിസം ഉണ്ടാവുകയും അത് കോളനി വിരുദ്ധ ചിന്തയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ആസ് കൊളോണിയൽ പവേഴ്സ് ഇമ്പോസ്ഡ് their own systems of government. കാരണം കൊളോണിയൽ പവേഴ്സ് എപ്പോഴും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയും ഉദ്യോഗസ്ഥന്മാരെയും ഭരണ സംവിധാനത്തെയുമാണ് ഉണ്ടാക്കിയെടുക്കുക. അവർക്ക് ആഗ്രഹമുള്ള രീതിയിൽ ഒരു എക്കണോമിയാണ് കോളനികളിൽ ഉണ്ടാക്കുക. ആൻഡ് കൾച്ചർ ഓൺ കോളനൈസ്ഡ് പീപ്പിൾ. തങ്ങൾ കോളനികളാക്കിയ സ്ഥലങ്ങളിലൊക്കെ അത്തരമൊരു സംസ്കാരം വികസിപ്പിച്ചെടുക്കാനാണ് അവർ ശ്രമിക്കുക, കൊളോണിയൽ പവേഴ്സ്. സോ ലോക്കൽ പോപ്പുലേഷൻസ് ബിഗാൻ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് നാഷണൽ ഐഡന്റിറ്റി. പ്രാദേശിക ജനസംഖ്യയ്ക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി തങ്ങളൊരു ഐഡന്റിറ്റി തങ്ങളുടെ രാഷ്ട്രം തന്നെയാണെന്നും തങ്ങൾക്ക് വിദേശാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും അതിനുള്ള റെസിസ്റ്റൻസിനുള്ള ശ്രമം തുടങ്ങി. ടു ഫോറിൻ റൂൾ. നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ് എമർജ്ഡ്. ഒടുവിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. സീക്കിംഗ് ഇൻഡിപെൻഡൻസ്. ഒടുവിൽ സ്വാതന്ത്ര്യം തേടുകയായിരുന്നു. ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. സ്വയം നിർണയാവകാശവും അവർ തേടുകയായിരുന്നു. ദി ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ഗെയിൻഡ് മൊമെന്റം ഇൻ ദ ഏർലി 20th century. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കോളനി വിരുദ്ധ നീക്കങ്ങൾ തീർച്ചയായിട്ടും അതിന് ശക്തി കിട്ടി. വിത്ത് ലീഡേഴ്സ് സച്ച് ആസ് മഹാത്മാഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ, ഹോച്ചിമിനെ പോലുള്ളവർ, ആൻഡ് സുകാർണോയെ പോലുള്ള ആൾക്കാർ. ഇൻസ്പയറിംഗ് മാസ് മൂവ്മെന്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വൻതോതിലുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ചു, സമരങ്ങൾ തുടങ്ങി വെച്ചു, പ്രക്ഷോഭങ്ങൾ തുടങ്ങി വെച്ചു. ദ സ്ട്രഗിൾ ഫോർ നാഷണൽ ലിബറേഷൻ ബിക്കെയിം എ പവർഫുൾ ഫോഴ്സ്. അങ്ങനെ ദേശീയ വിമോചനത്തിന് വേണ്ടിയുള്ള സമരം എന്നത് ഒരു ശക്തി ആർജിച്ച ഒരു മുന്നണിയായി മാറുന്നു. അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു ദ ഡിക്ലൈൻ ഓഫ് ദ കൊളോണിയൽ എംപയേഴ്സ്. ആത്യന്തികമായി അത് കൊളോണിയൽ സാമ്രാജ്യങ്ങളുടെ പതനത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് സത്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എൻഡ് ഓഫ് ദ ഈസ്റ്റ് വെസ്റ്റ് കോൺഫ്രണ്ടേഷൻ ആൻഡ് നോർത്ത് സൗത്ത് ടെൻഷൻസ്. കിഴക്ക് പടിഞ്ഞാറ് സംഘർഷങ്ങളും പിന്നെ വടക്ക് തെക്ക് ടെൻഷൻസും. ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ചുരുക്കിയാണ്, എസ്സേ മുഴുവനായും പറയുന്നില്ല. ദി എൻഡ് ഓഫ് ദി കോൾഡ് വാർ ആൻഡ് ദ കോൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ മാർക്ക്ഡ് എ സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ് ഇൻ ഗ്ലോബൽ പോളിറ്റിക്സ്. ആഗോള രാഷ്ട്രീയത്തിൽ ഇത് വലിയ ഷിഫ്റ്റാണ് ഉണ്ടാക്കിയത്. ഹവർ
This shift also brought to the forefront long-standing tensions between the North and the South. അതായത് വടക്കും തെക്കും തമ്മിൽ ദീർഘനാൾ നീണ്ടുനിന്ന ടെൻഷന് ഇത് ഇടയാക്കി. Issues such as economic inequality, സാമ്പത്തിക അസമത്വം പോലുള്ള പ്രശ്നങ്ങൾ, ട്രേഡ് ആൻഡ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, അതുപോലെ തന്നെ വ്യാപാര പ്രതിസന്ധികൾ, പരിസ്ഥിതി പരമായ അധപതനം ഒക്കെ ഉണ്ടാക്കി, became more prominent as the South sought to address the disparities in global power and wealth. അപ്പോഴേക്കും തെക്കൻ പ്രദേശങ്ങൾ തങ്ങൾ നേരിടേണ്ടി വരുന്ന വിവേചനങ്ങളെ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ആഗോള ശക്തികളുടെ മുൻപിൽ, സമ്പത്തിന് മുമ്പിൽ അവർ പിന്നോക്കം പോകുന്ന കാര്യം ആണ് സൗത്ത് കൺട്രീസിന് പറയാനുണ്ടായത്. The North-South divide remains a significant challenge in international relations. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പോലും ഈ വടക്ക് തെക്ക് സമ്പന്ന ദരിദ്ര ആ വ്യത്യാസം ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നു. വിത്ത് ഓൺഗോയിങ് ഡിബേറ്റ്സ് ഓവർ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിന്റെ ഇരകളായ ഒരു വശത്ത് തെക്കുണ്ടെങ്കിൽ വടക്ക് വശത്ത് ആഗോളവൽക്കരണത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന മുതലാളി വിഭാഗം മറ്റൊരു വശത്തുണ്ട്. സോ ഇതൊക്കെയാണ് ഈ നോർത്ത് സൗത്ത് കോൺഫ്രണ്ടേഷനിലേക്ക്, ഈസ്റ്റ് വെസ്റ്റ് കോൺഫ്രണ്ടേഷൻ അവസാനിച്ചപ്പോൾ, അതായത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘടന അവസാനിച്ചതിന് ശേഷം പിന്നീട് സംഭവിച്ചത് മറ്റൊരു കാഴ്ചയായിരുന്നു. ഇതാണ് ഈ എസ്ഐയുടെ ചുരുക്ക അർത്ഥം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയല്ല എഴുതേണ്ടത്.